അസൗകര്യങ്ങളുടെ നടുവിൽ ആയവനയിൽ പ്രവർത്തിച്ചു വന്ന ടെക്നിക്കൽ ഹൈസ്കൂൾ ഇനി മൂവാറ്റുപുഴ നഗരഹൃദയഭാഗത്ത് പ്രവർത്തിക്കും. ആയവനയിൽ നിന്നും വെള്ളൂർക്കുന്നം ലൈബ്രറി മന്ദിരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ടെക്നിക്കൽ സ്കൂൾ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നാടിന് തുറന്നു നൽകി. അസൗകര്യങ്ങളുടെ നടുവിൽ ആയവനയിൽ പ്രവർത്തിച്ചു വന്ന നിയോജക മണ്ഡലത്തിലെ ഏക ടെക്നിക്കൽ ഹൈസ്കൂൾ ഇനി മൂവാറ്റുപുഴ നഗരഹൃദയഭാഗത്ത് പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും വിധത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ടെക്നിക്കൽ സ്കൂൾ വെള്ളൂർക്കുന്നത്തെ ബഹുനില ലൈബ്രറി മന്ദിരത്തിലേക്ക് നഗരസഭ മാറ്റി സ്ഥാപിച്ചത്. 1985 സ്ഥാപിതമായ സ്കൂൾ ആരംഭം മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. 2014 പഴയ കെട്ടിടം തകർന്നതിനെ തുടർന്ന് സ്കൂൾ കരിമറ്റം ഗവൺമെന്റ് LP സ്കൂളിലെ 6 ക്ലാസ് മുറികളിലേക്ക് മാറ്റി. എന്നാൽ ഇവിടെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകൾ, ഡ്രോയിംഗ് ഹാളുകൾ, ലാബുകൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് വൈദ്യുതിയും സുരക്ഷയുമില്ലാതെയാണ് പ്രവർത്തിച്ചു വന്നത്. തുടർന്ന് സഹകരണ ബാങ്ക് കെട്ടിടത്തിലേക്ക് മാറ്റിയെങ്കിലും അസൗകര്യം തുടർന്നു. പൊതുഗതാഗതം കുറവായതിനാൽ വിദ്യാർത്ഥികൾക്ക് എത്താനും ബുദ്ധിമുട്ടായി. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ മൂവാറ്റുപുഴ നഗരസഭയെ സമീപിച്ചത്. തുടർന്ന് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്തെ ലൈബ്രറി മന്ദിരത്തിന്റെ 2 നിലകൾ നഗരസഭ സൗജന്യമായി വിട്ടു നൽകിയതോടെയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ഒന്നാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കാഡമിക്സിൽ കൂടുതൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് മാറിയേക്കുക. സ്പെഷ്യലൈസേഷൻ നമുക്ക് ഇവിടെ വരിക +2 ശേഷമാണ് സ്പെഷ്യലൈസേഷൻ വരിക എങ്കിൽ ഹൈസ്കൂൾ മുതലേ തന്നെ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവന്ന് സ്കിൽ ട്രെയിൻഡ് സ്കില്ലിൽ അവരുടെ കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള സ്കില്ലിൽ അവർക്ക് കൃത്യമായി ഓറിയന്റേഷൻ കൊടുത്ത് അവരാഗ്രഹിക്കുന്ന അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുവാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ? എല്ലാ ചവറും കൂടെ കുടഞ്ഞിട്ട് ഈ കുഞ്ഞു തലച്ചോറിലേക്ക് കയറ്റി വിട്ട് കൊടുക്കുകയാണ്. അതിൽ അവർക്ക് വേണ്ടതല്ല കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. നമ്മുടെ അക്കാദമിക്സ് വളരെ ഫീൽഡാണ്. അപ്പം അത്തരത്തില് ഈ ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നതാണ് എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. ഇനി ഏതാനും നാളുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ തേടി മാതാപിതാക്കളും കുട്ടികളും എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ സിലബസിൽ നെപ്പോളിയന്റെയും ഹിറ്റ്ലറിന്റെയും കഥകൾ പഠിച്ച് സത്യത്തിൽ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ലെന്നിരിക്കെ കുട്ടികൾ പലരും ഈ പറയപ്പെട്ട കഥകളെല്ലാം പഠിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ലോക്കൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മൂവാറ്റുപുഴയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഈ നഗരസഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് എന്ന നിലയിലും ഞാനിതിന് എല്ലാ ആശംസകളും നേരുകയാണ്. നഗരസഭ മുൻ ചെയർപേഴ്സൺ PP എൽദോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപസമിതി അധ്യക്ഷ ഷഹന മാഹിൻ, കൗൺസിലർ ദീപ്തി വിപിൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം, ജോയിന്റ് ഡയറക്ടർ സിനിമോൾ, PTA വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ, സ്കൂൾ വികസന സമിതി ട്രഷറർ PB ജിജീഷ് എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.